എല്ലാവർക്കും വെരാൻഡ റേസ് യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ സ്പീഡ് മാത്സിന്റെ സെക്കൻഡ് സെക്ഷനിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇതിനോടകം ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ട്രിക്സുകളൊക്കെ നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം അത് നമുക്ക് തുടർന്ന് പ്രാക്ടീസ് ചെയ്ത് പോകേണ്ടതാണ് കേട്ടോ. അപ്പം ജസ്റ്റ് അത് കണ്ടു, അതുകൊണ്ട് അവിടെ നിർത്തി അങ്ങനെയല്ല. ഡെയിലി അതിന് ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ക്യുമുലേറ്റീവായിട്ട് അവിടെ തൊട്ട് പഠിച്ച കാര്യങ്ങൾ നമ്മൾ അങ്ങനെ പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോകണം. അപ്പോൾ ഈ ഒരു സെക്ഷനിലേക്ക് നമ്മൾ പരിചയപ്പെടുന്ന ഈ സെക്കൻഡ് പാർട്ടിൽ പ്രധാനമായിട്ടും പരിചയപ്പെടുത്തുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ടൂൾസാണ്. അപ്പോൾ നമ്മൾ 11 തൊട്ട് 19 വരെയുള്ള നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ഫസ്റ്റ് പാർട്ടിൽ പരിചയപ്പെട്ടു. വളരെ ഈസി ആയിട്ട് നമുക്ക് പുഷ്പം പോലെ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മുടേതാക്കി മാറ്റണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇനി അതിന് പുറത്തേക്ക് വരുന്ന മൾട്ടിപ്ലിക്കേഷൻസ് വന്നാൽ എങ്ങനെ ചെയ്യാം, അതായത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിനെയാണ് ഇവിടെ നമ്മൾ പരിചയപ്പെടുക. അപ്പോൾ പൊതുവേ നമുക്ക് എക്സാംസിനൊക്കെ വരുമ്പോൾ രണ്ടക്ക സംഖ്യകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരാം, 2 3 ഡിജിറ്റ് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരാം, 4 ഡിജിറ്റ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരാം. ഇത്രയും വരെയൊക്കെയാണ് മാക്സിമം വരിക കേട്ടോ. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ഡിജിറ്റ്സ് നമ്പേഴ്സിനെ വേണേലും വേറെ റഫ് വർക്ക് ഒന്നും ഇല്ലാതെ ബൈ മൈൻഡ് ഓപ്പറേഷനിലൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കൊണ്ടുവരാം ഇവിടെ. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു 2 4 ഡിജിറ്റ് വരെയൊക്കെ നമ്മൾ പ്രിപ്പയർഡ് ആയാൽ മതിയാകും. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലേക്കൊരു ചലഞ്ചിങ് പ്രാക്ടീസ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് അതിന് കൂടുതൽ റേഞ്ചിലേക്കൊക്കെ പോകാം. അപ്പോൾ അതിൻ്റെ ട്രിക്ക് ഏത് തരത്തിലാണ് ഈ ലിങ്ക് ഡെവലപ്പ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു അൽഗോരിതം എന്താണ് എന്നുള്ളതൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി എത്ര ഡിജിറ്റ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻസ് വേണമെങ്കിലും കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു 2x2 മൾട്ടിപ്ലിക്കേഷനാണ് കേട്ടോ. 2x2 മൾട്ടിപ്ലിക്കേഷൻ. ഇപ്പോൾ 2x2 മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് ഇപ്പോൾ രണ്ടക്ക സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. രണ്ടക്ക സംഖ്യ ഉണ്ട്. അപ്പോൾ ഈ മൾട്ടിപ്ലിക്കേഷൻ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇവിടെ എടുക്കുന്നു AB ഇൻറ്റു CD. ഇതാണ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. AB എന്നുള്ള ഒരു 2 ഡിജിറ്റ് നമ്പറിനെ CD എന്നുള്ള ഒരു 2 ഡിജിറ്റ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ മൾട്ടിപ്ലിക്കേഷനൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് ഹൊറിസോണ്ടലി ആണ്. അപ്പോൾ സാധാരണ നമുക്കറിയാം താഴെ എഴുതിയിട്ട് കോളം ബൈ കോളം വേയിൽ എഴുതിയിട്ടാണ് സാധാരണ മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ നമ്മൾ ഹൊറിസോണ്ടലി മൾട്ടിപ്ലൈ ചെയ്യാം. ഹൊറിസോണ്ടലി മൾട്ടിപ്ലൈ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ആവശ്യകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോളം ബൈ കോളം താഴെ നമ്മൾ എഴുതുക എന്നുള്ളത് ഒരു വിഷ്വൽ ലിമിറ്റേഷൻ നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പൊതുവേ അത്തരം മെത്തേഡ്സ് പ്രാക്ടീസ്ഡ് ആയി കഴിയുമ്പോൾ നിലവിൽ നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള അത്തരം ടൈപ്പ് ഓഫ് ഓപ്പറേഷൻസിലാണ് കേട്ടോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു ചോദ്യത്തിൽ കാണുന്ന 2 നമ്പേഴ്സിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിൽ ആ 2 നമ്പേഴ്സ് നമുക്ക് എടുത്ത് നമ്മുടെ പേപ്പറിലേക്ക് എഴുതാതെ നിർവാഹമില്ല എന്നുള്ള അവസ്ഥ വരും. അപ്പം അതിനെ നമുക്ക് ഓവർകം ചെയ്യാം. അപ്പോൾ അതിനെ ഓവർകം ചെയ്യണമെങ്കിൽ എന്താണ്, ഇപ്പോൾ ഹൊറിസോണ്ടലി മൾട്ടിപ്ലൈ ചെയ്ത് പഠിക്കുന്നു. ഹൊറിസോണ്ടലി മൾട്ടിപ്ലൈ ചെയ്ത് പഠിച്ചു കഴിഞ്ഞുള്ള അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ട നമ്പേഴ്സിനെ ഇങ്ങനെ ചേർത്ത് എഴുതേണ്ട ആവശ്യം പോലും ഇല്ല. മനസ്സിലായോ? അപ്പോൾ ആ നമ്പർ അവിടെ ഇവിടെ ആയിക്കോട്ടെ, അപ്പോഴും നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ ആ ഒരു വിഷ്വൽ സെൻസ് അവിടെ കൂട്ടുകയാണ്. ഇവിടെ ആ ലിമിറ്റേഷനെ നമ്മൾ ബ്രേക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇതിനെ 3 സ്റ്റെപ്പായിട്ട് ഞാൻ പറയാം. 3 സ്റ്റെപ്പാണ് ഇതിനുള്ളത്. അപ്പോൾ ആ 3 സ്റ്റെപ്പിനെ വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 3 തവണ ഈ പറയുന്ന റോയെ എഴുതുകയാണ്. 3 തവണ ഓരോ സ്റ്റെപ്പിലും നടക്കുന്ന ഓപ്പറേഷൻ. ഇപ്പോൾ സ്റ്റെപ്പ് 1ൽ എന്താണ്, ഇതാണ് സ്റ്റെപ്പ് 1. സ്റ്റെപ്പ് 1ൽ നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും വലത്തേ അറ്റത്തെ സംഖ്യകളായ ബിയും ഡിയും കൂടെ ഗുണിക്കുക. അപ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നതിൻ്റെ ഔട്ട്പുട്ട് ഇനി ഞാൻ ഇവിടേക്ക് എഴുതാൻ പോവാം. ആദ്യ സ്റ്റെപ്പ് ബി ഇൻറ്റു ഡി എഴുതി. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് വന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ് നടുവിലത്തെ 2 സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക, അറ്റത്തെ 2 സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക. എക്സ്ട്രീം. 2 അറ്റത്തുള്ള സംഖ്യ തമ്മിൽ ഗുണിക്കുക, നടുവിലത്തെ 2 സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക. ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ് കേട്ടോ. നടുവിലത്തെ 2 സംഖ്യകൾ BC പ്ലസ് AD. അപ്പോൾ ആദ്യം BC പ്ലസ് AD. ദാറ്റ്സ് എ സെക്കൻഡ് സ്റ്റെപ്പ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് വന്നപ്പോൾ ഏറ്റവും ഇടതുവശത്തുള്ള 2 സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക, എയും സിയും കൂടെ ഗുണിക്കുക, AC. സോ ദാറ്റ് ഈസ് AC. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷനായി. ആദ്യം റൈറ്റിലെ 2 അക്കങ്ങൾ, അടുത്തത്. അപ്പോൾ ഇതിനെ ഒരു 1/1 മൾട്ടിപ്ലിക്കേഷൻ എന്ന് വിളിക്കാം കേട്ടോ. 2ലെ ഓരോ ഡിജിറ്റ്സ് വീതമുള്ള മൾട്ടിപ്ലിക്കേഷൻ. ദിസ് ഈസ് കോൾഡ് എ 2x2 മൾട്ടിപ്ലിക്കേഷൻ. ഇതിലെ 2 അക്കം മൾട്ടിപ്ലൈ ചെയ്തു, റൈറ്റ്? 2x2. അഗെയിൻ ലെഫ്റ്റിലേക്ക് ഇറങ്ങി, ദാറ്റ്സ് അഗെയിൻ എ 1/1 മൾട്ടിപ്ലിക്കേഷൻ. ഇതാണ് ഇവിടെ നടക്കുന്ന പ്രോസസ്സ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ അതിനെ മനസ്സിലാക്കിക്കോണം.
അപ്പോൾ ഇതിനെ പ്രായോഗികമായിട്ട് ഇനി നോക്കാം, നമ്പർ വെച്ചിട്ട് നമുക്ക് നോക്കാം എന്താണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ്. ഇപ്പോൾ നമുക്കിവിടെ സൗകര്യത്തിന് വേണ്ടി ഞാൻ ഇവിടെ തന്നെ എഴുതാൻ ഒരെണ്ണം 23 × 31. അപ്പോൾ സൗകര്യമുള്ള ഒരെണ്ണം നമുക്ക് എടുക്കാം, 23 × 31. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, 1 × 3 എടുത്തു, 1 × 3, 1 × 3 എന്ത് വന്നു, 3 എന്ന് എഴുതി. അടുത്ത സ്റ്റെപ്പായിട്ട് എന്താ കൊണ്ടുവരേണ്ടേ, 3 × 3 9 പ്ലസ് 1 × 2 9 പ്ലസ് 2 എത്ര വന്നു, 11. 9 പ്ലസ് 2 11. 1 എഴുതിയ 1 ക്യാരിയാണ്. ലാസ്റ്റ് സ്റ്റെപ്പ് എന്താ വന്നത്, 2ഉം 3യും കൂടെ മൾട്ടിപ്ലൈ ചെയ്തേ, 2 × 3 6. നമ്മുടെ കയ്യിൽ 1 മിച്ചമുണ്ട്, 6 പ്ലസ് 1 7 എന്ന് കിട്ടി. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ അത് 713 എന്ന് വെച്ചു. നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് വെച്ചിട്ട് അതിനെ പരിചയപ്പെടാം. അപ്പോൾ ചെയ്ത ഓർഡർ അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണം, ഏത് തരത്തിലാണ്. ആദ്യം റൈറ്റിലുള്ള രണ്ടക്കങ്ങൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. സെക്കൻഡ് സ്റ്റെപ്പിൽ നടുവിലുള്ള രണ്ടക്കങ്ങൾ പ്ലസ് അകലെയുള്ള രണ്ടക്കങ്ങൾ, അടുത്തുള്ളവ പ്ലസ് അകലെയുള്ളവ. അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പ് ലെഫ്റ്റ് സൈഡിലുള്ള രണ്ടക്കങ്ങൾ. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോയി. ഇതാണ് നമ്മളിവിടെ ചെയ്തത്. ഇനിയിപ്പോൾ നമുക്ക് അതിനെ വലിയ നമ്പേഴ്സിനെയൊക്കെ വെച്ചിട്ട് അങ്ങനെ കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ നമുക്ക് 83 × 47. അപ്പോൾ ഇങ്ങനെയൊക്കെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട സാഹചര്യം വന്നു. എങ്ങനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എഫക്റ്റീവ്ലി നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് നോക്കേണ്ടത്. ആദ്യം 3 × 7, 3 × 7 21. ഒന്നും വരയ്ക്കേണ്ട കേട്ടോ, വരയ്ക്കേണ്ട ആവശ്യമാണെങ്കിൽ അങ്ങനെ നോക്കണം. അപ്പോൾ ആദ്യം 3 × 7 21, 2 ക്യാരി ഉണ്ട്, 2 ക്യാരി. അപ്പോൾ ഇനി നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂസ് കൺസിഡർ ചെയ്യുമ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താ വേണ്ടേ, അടുത്ത സ്റ്റെപ്പ് 3 × 4. ഇനി കൂട്ടേണ്ട പ്രായോഗിക വശം കൂടെ മനസ്സിലാക്കൂ. ഇപ്പോൾ നമുക്ക് 2 ക്യാരി ഫോർവേഡ് ഇല്ലേ, 2 ക്യാരി ഫോർവേഡ് ഉണ്ട്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് കണ്ടോ, 3 × 4, 3 × 4 12 വന്നു. നമ്മുടെ 2 അപ്പം തന്നെ കൂട്ടിക്കും. അപ്പോൾ 3 × 4 12, 12ൻ്റെ കൂടെ 2 അപ്പം തന്നെ കൂട്ടി. 12 പ്ലസ് 2 എന്ത് വന്നു, 14. ഓർത്ത് വെച്ചോണം, 14 നമ്മൾ ഓർത്ത് വെച്ചു. 14 പ്ലസ് 56 കണ്ടോ, 14 പ്ലസ് 56. അപ്പോൾ ഇങ്ങനൊരു ചലഞ്ചൊക്കെ കയറി വരും അതിൻ്റെ അകത്ത്. അപ്പോൾ 14 പ്ലസ് 56 എത്ര വന്നു, സമാധാനമായിട്ട് ചിന്തിച്ചോ. 14 പ്ലസ് 6, 56ൻ്റെ 6 എത്ര വന്നു, 20. പ്ലസ് 50 70 ആയില്ലേ, 70. അപ്പോൾ ഇവിടെ നമുക്ക് 70. അപ്പോൾ ഇത്തവണ 7 ക്യാരി ഉണ്ട് കേട്ടോ, 7 ക്യാരി വാല്യൂ. ലാസ്റ്റ് 8ഉം 4ഉം കൂടെ ഗുണിച്ചോണം. 4 32. 32 നമ്മുടെ കയ്യിൽ എത്രയുണ്ട്, ക്യാരി വാല്യൂ 7 ഉണ്ടായിരുന്നു. 32 7 39 എന്നെടുക്കുക, 39 കിട്ടിയോ. അപ്പോൾ ആൻസർ 3901. ഐഡിയ മനസ്സിലായില്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വേറെ വാല്യൂസ് എടുക്കാം. ഇവിടെ 95 × 59 എടുത്തോ, ഒരു പാലൻഡ്രോമിക് ഫോമിൽ അല്ലെ, റിഫ്ലക്ഷൻ ഫോമിൽ നമുക്ക് ഇവിടെ കിടന്നു. അപ്പോൾ ഇവിടെ നോക്കി 5 9 I 9 45, 4 മിച്ചമുണ്ടേ, 4 മിച്ചം. ഇവിടെ കൂട്ടി I 5 25, 4 കൂട്ടിക്കോ, 25 4 29. 29ഉം 81ഉം 29ഉം 81ഉം 110 11 മിച്ചമുണ്ട്, 11. I 9 45, 45ഉം 11ഉം 56 കിട്ടിയോ. ഇനി എടുത്തു ഇവിടെ 73 × 73. അപ്പൊ സ്ക്വയേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് അപ്പൊ ഇത് ഉപയോഗിക്കാം അല്ലേ. അപ്പൊ ആദ്യം എടുത്തു 3 × 3 9 എടുത്തു. രണ്ടാമത്തത് 21 42, 4 മിച്ചം. 49ഉം 4ഉം 53 കിട്ടിയോ. ഫാസ്റ്റ് ആയിട്ട് ഇനിയും ചെയ്യേ 87 × 43 എടുത്തോ. ആദ്യം 7 × 3 എന്നുള്ള സ്റ്റെപ്പ് എടുത്തു, 7 × 3. അപ്പൊ അത് 87 × 43. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എഴുതേണ്ട, അപ്പൊ ബാക്കി എഴുതാനുള്ള സ്പേസ് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ 3 × 7 7 × 3 21 വന്നില്ലേ, 2 ക്യാരി. 28 നമ്മുടെ ഈ 2 ഉണ്ട്, 28ഉം 2ഉം 30. 30ഉം 24ഉം 54, 5 മിച്ചം. 32 5ഉം 37 കിട്ടിയോ. അപ്പൊ നിർത്താതെ ആ ഒരു മൊമെന്റത്തിൽ നിങ്ങൾ പുറകെ മൾട്ടിപ്ലൈ ചെയ്തേ, കുറേ എണ്ണത്തിനെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ. 2 ഡിജിറ്റ് ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊണ്ടുവന്നേ. അപ്പൊ നമുക്ക് നോക്കാം, നമുക്ക് എന്താ വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ഇവിടെ ഒന്ന് കൺസിഡർ ചെയ്യാം. വളരെ ഫാസ്റ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ. അപ്പൊ ഞാൻ 1-2 നമ്പേഴ്സ് ഞാൻ ഇവിടെ എഴുതാമേ. അപ്പൊ നിങ്ങൾ എൻ്റെ കൂട്ടത്തിൽ എളുപ്പത്തിൽ മൾട്ടിപ്ലൈ ചെയ്ത് വരാൻ പറ്റുന്നുണ്ടോ നോക്കണം. 42 × 37, 51 × 63, 64 × 71 മതി.
വ്യത്യസ്തമായിട്ടുള്ള നമ്പേഴ്സ് ഒക്കെ എഴുതി. ഇനി നമ്മൾ ഒരുമിച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ് കേട്ടോ. ഒരുമിച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാ. ഓക്കെ, റെഡി? സ്റ്റാർട്ട് പറയുമ്പോൾ അപ്പോഴേ ചെയ്ത് തുടങ്ങിക്കണം. നമ്മൾ ആരാണ് ഫിനിഷ് ചെയ്യുന്നത്, ആദ്യം ഫിനിഷ് ചെയ്യുന്നത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഒപ്പം നമുക്ക് കിട്ടിയ ഉത്തരങ്ങൾ ശരിയാണോ എന്നുള്ളത് നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ പോവാ. റെഡി അല്ലേ? ഓക്കെ, സ്റ്റാർട്ട്. ഇനി ഞാൻ ഒന്നും പറയുന്നില്ല, മനസ്സിലാണ് ചെയ്യുന്നത് കേട്ടോ, മനസ്സിലാണ് ചെയ്യുക. അപ്പൊ അല്ലെങ്കിൽ വരയ്ക്കാതെ, ഞാൻ ഇവിടെ പറയാം, വരയ്ക്കാതെ ഞാൻ ഇവിടെ ചെയ്യാം. അപ്പൊ 7 14 വന്നു, 1 മിച്ചം, 23 6 1 7, 28 7 35, 3 മിച്ചം, 12 3 15. കിട്ടി. ശരിയായോ? ശരിയായോ? എല്ലാവരും ശരിയായോ? ഉറപ്പാക്കി. അടുത്ത് നോക്കി, 1 3 3, 6 15 6 21, 2 മിച്ചം, 6 32 32. ശരിയല്ലേ? ഉറപ്പാക്ക്, ശരിയാണെന്ന് ഉറപ്പാക്ക്. അല്ല, അടുത്ത് വന്നു 4 × 1 4 വന്നു, 7 4 28 6 34, വീണ്ടും 4 എഴുതി, 3 മിച്ചം, 42 3 45. ഈസി ആയില്ലേ? ഈസി ആയില്ലേ? അപ്പൊ അതിങ്ങനെ സ്പീഡ് ചെയ്ത് നോക്കണം. അപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് വരാം. അടുത്ത 3/3 മൾട്ടിപ്ലിക്കേഷൻ ആണ് കേട്ടോ. 3/3 ഒരു മൂന്നക്ക സംഖ്യ കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ. 3/3 മൾട്ടിപ്ലിക്കേഷൻ. 3/3 മൾട്ടിപ്ലിക്കേഷൻ. ഒരു മൂന്നക്ക സംഖ്യയോട് വളരെ ആവശ്യമുള്ളൊരു സാധനമാണ് കേട്ടോ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ എങ്ങനെയാണ് ചെയ്യുക? അപ്പൊ ഈ പാറ്റേൺ മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അവിടെ കൊണ്ടുവരാം. ഞാൻ ഇതിനെ ഒന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടി ഇതിന് എത്ര സ്റ്റെപ്പ് ഉണ്ടായിരിക്കും എന്ന് ആദ്യം മനസ്സിലാക്കൂ. 3/3 മൾട്ടിപ്ലിക്കേഷൻ, ഒരു മൂന്നക്ക സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നിങ്ങളപ്പോൾ അതിനെ വിഷ്വലൈസ് ചെയ്യേണ്ട എങ്ങനെയാണ്? ആദ്യം നമ്മൾ ഒരു 1/1 ഓപ്പറേഷൻ തുടങ്ങി. 1/1, 2/2, 3/3. ദാറ്റ്സ് എ ബിഗ് സ്റ്റെപ്പ്. 3/3 വീണ്ടും തിരിച്ചിറങ്ങി, 2/2, then 1/1. ഇത്രയാണ് സംഭവം. അപ്പോൾ ഒരു 5 സ്റ്റെപ്പ് അല്ലേ? ഒരു 3 കട കയറി 2 കട ഇറങ്ങി, റൈറ്റ്? അപ്പോൾ 1/1, 2/2, 3/3, then 2/2, 1/1. ഇത്രയാണ് ഓപ്പറേഷൻ. അപ്പം അതുകൊണ്ട് 5 സ്ട്രിങ്സ് ഞാനിവിടെ എഴുതിയിടാം. അപ്പോൾ ഇവിടെ ABC. അപ്പം 5 സ്റ്റെപ്സിനെ സൂചിപ്പിക്കാൻ വേണ്ടി 5 തവണയായിട്ട് നമുക്കിതിനെ ഒന്ന് എഴുതാം. ABC PQR. ഇന്ന് മുതൽ നിങ്ങൾ സംഖ്യകളെ മൾട്ടിപ്ലൈ ചെയ്യുവാനായിട്ട് ഈ മാർഗം മാത്രം സ്വീകരിക്കുക. നമ്മുടെ പഴയ മെത്തേഡിനെയൊക്കെ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്തു. പഴയ മെത്തേഡിനെ ഒന്നും ഇനി ഓർക്കുകയേ വേണ്ട. ഓക്കെ, 5 സ്റ്റെപ്പ്. സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3, സ്റ്റെപ്പ് 4, സ്റ്റെപ്പ് 5. റൈറ്റ്? എന്താണ് നമുക്ക് ഇവിടെ കിട്ടാൻ പോകുന്ന ഔട്ട്പുട്ട്? നമുക്ക് അങ്ങോട്ടേക്ക് എഴുതാം. ഫസ്റ്റ് സ്റ്റെപ്പ്, രണ്ടിൻ്റെ റൈറ്റ് സൈഡ് മാത്രം എടുത്തു. ഏതാ? റൈറ്റ് മോസ്റ്റ് ഡേറ്റിനെ മാത്രം എടുത്തേ. സോ അതാണ് നമ്മൾ മുമ്പ് സൂചിപ്പിച്ച 1/1 സ്റ്റെപ്പ് എന്ന് പറഞ്ഞില്ലേ? 1/1 സ്റ്റെപ്പ്, CR. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് വന്നു. സോ ദാറ്റ് ഈസ് CR. രണ്ടാമത് 2/2 ആണ്. 2/2 എന്ന് പറയുമ്പോൾ ഓർത്തോണേ, ഈ രണ്ടക്കമാണ് ചെയ്യേണ്ടത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിച്ചോണം. ഈ പറയുന്ന സ്ട്രിങ്സ് നമ്മൾ ഇങ്ങനെ വരയ്ക്കുമല്ലോ, ലിങ്ക് വരയ്ക്കുമ്പോൾ ഒരു സ്റ്റെപ്പിൽ പോലും നമ്മൾ വരയ്ക്കുന്ന മൾട്ടിപ്പിൾ ലൈൻസ്, ഒരു മൾട്ടിപ്പിൾ ലിങ്ക്സ് ഒന്നിനെ ഓവർലാപ്പ് ചെയ്യാൻ പാടില്ല. എന്നുവെച്ചാൽ ഒന്നിനെ കട്ട് ചെയ്ത് ഇങ്ങനെ പോരുത്. കറക്റ്റ്? ഒരു ഓർബിറ്റൽ ഷേപ്പിലായിരിക്കണം അത് പോവാ. അങ്ങനെ ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ വരുമ്പോൾ CQവിനോട് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. CQ പ്ലസ് BR. ആദ്യം ആ പാറ്റേൺ ഒന്ന് മനസ്സിൽ എങ്ങനെ വഴങ്ങി വരാനായിട്ട് ഇച്ചിരി സമയം, തുടക്ക സമയങ്ങൾ ഒന്ന് പരിചയിച്ചു കഴിഞ്ഞാൽ, കുറച്ച് ആ ഒരു സ്ട്രഗിളൊക്കെ ഓവർകം ചെയ്ത് പരിചയിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മറക്കത്തില്ല, നിങ്ങൾക്ക് തെറ്റത്തില്ല, ഓർഡർ തെറ്റത്തില്ല. കൂട്ടുമ്പോഴൊക്കെ ഇച്ചിരി മിസ്റ്റേക്ക് വന്നെങ്കിലേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റെപ്പ് വന്നു, CQ പ്ലസ് BR. കറക്റ്റ്? അടുത്ത സ്റ്റെപ്പ് എന്താ? ക്യൂരിയസ് അല്ലേ? നിങ്ങൾ തന്നെ മനസ്സിലൊന്ന് ചിന്തിച്ചേ. 3/3 സ്റ്റെപ്പ്, ദാറ്റ്സ് എ പീക്ക് സ്റ്റെപ്പ്. എങ്ങനെയായിരിക്കണം പ്രൊസീഡ് ചെയ്യേണ്ടത്? പീക്ക് സ്റ്റെപ്പ്. എല്ലാവരും ഇയാളും ഇവർ 3 പേരും വന്നു. അപ്പൊ ഒരു മഴവില്ല് തന്നെ അവിടെ വരും അല്ലേ? എന്താ ചെയ്യണ്ടേ? അടുത്തുള്ളവ, അങ്ങനെ ചിന്തിച്ചു. അടുത്തുള്ളവ, നടുക്കുള്ളവ, അകലെയുള്ളവ എന്ന് മനസ്സിൽ ചിന്തിച്ചോ. അടുത്തുള്ളവ, നടുക്കുള്ളവ, അകലെയുള്ളവ എന്ന് ചിന്തിക്കുക. സോ ദ മോസ്റ്റ് നിയറസ്റ്റ് സച്ച് നമ്പേഴ്സ് CP, and the middle numbers and the extreme numbers. ഇങ്ങനെ കൊണ്ടുവന്നു. ഇപ്പൊ CP plus BQ plus AR, that's a peak step.
സി പി പ്ലസ് ബി ക്യു പ്ലസ് എ ആർ. നിങ്ങൾ ഈ ലെറ്ററുകളെ ഒന്നും മനസ്സിലേക്ക് എടുക്കുകയേ ചെയ്യരുത്. ഓൺലി ദാറ്റ് പൊസിഷനിങ്, ആ ലിങ്ക് നമ്മൾ ഏതൊക്കെ തമ്മിലാണ് കണക്ട് ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു പോയിന്റിലെ അതിന് മാത്രമേ എടുക്കാവൂ, അല്ല ലെറ്റേഴ്സിനെ മനസ്സിലേക്ക് കൊണ്ടുവരികയേ ചെയ്യരുത്. റൈറ്റ്? ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ എടുത്തു. ഇനി നമ്മൾ പയ്യെ ലെഫ്റ്റിലേക്ക് ഇറങ്ങുക. ഇപ്പൊ 3/3 കഴിഞ്ഞു. അടുത്ത 2/2 സ്റ്റെപ്പ് വരുമ്പോൾ എ ബിയും പി ക്യൂമാണ്. എ ബിയും പി ക്യൂ. അപ്പൊ ഇവിടെ എടുക്കേണ്ട എന്താ? നമ്മൾ പറഞ്ഞു ഓർബിറ്റൽ ഫോമിൽ വേണം. ഒന്നൊന്നിനെ ഓവർലാപ്പ് ചെയ്യുന്നില്ല എങ്കിൽ ഈ അടുത്തുള്ളവ എടുത്തോണം, അകലെയുള്ളവ എടുത്തോണം. അപ്പൊ എന്താ വരിക? ബി പി പ്ലസ് എ ക്യൂ. ബി പി പ്ലസ് എ ക്യൂ. സോ ദാറ്റ് ഈസ് ബി പി പ്ലസ് എ ക്യൂ. ആൻഡ് ദ ഫൈനൽ സ്റ്റെപ്പ് ഇപ്പൊ നിങ്ങൾക്ക് ഗസ് ചെയ്യാവുന്നുള്ളൂ. നമ്മൾ കൺക്ലൂഡിങ് സ്റ്റെപ്പ് എന്താ? ലെഫ്റ്റ് മോസ്റ്റ് ആയിട്ടുള്ള എയും പിയും കൂടെ. സോ ദാറ്റ്സ് ദ ലാസ്റ്റ് സ്റ്റെപ്പ്, ദാറ്റ് ഈസ് എ പി. ഐഡിയ ക്ലിയർ ആയല്ലോ? ഇതാണ് സ്റ്റെപ്പ്. ഇത്രയുമാണ് നമുക്ക് അവിടെ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്കത് എക്സാമ്പിൾസ് വെച്ചിട്ട് കൊണ്ടുവരാം. ഏത് തരത്തിലാണ് അവയെ പ്രൊസീഡ് ചെയ്യേണ്ടത്. ഇപ്പൊ ഇച്ചിരി ചലഞ്ചൊക്കെ വരും തുടക്ക സമയത്ത്. അതിനെ പാറ്റേൺ നല്ലപോലെ മനസ്സിലാക്കി ഒന്ന് ഉറപ്പാക്കുക. അപ്പൊ അതിന് കൂടുതൽ സമയം വേണ്ടവർ എന്ത് ചെയ്യണം? അത് വീണ്ടും ഒന്നും കൂടെ കണ്ട് മനസ്സിലാക്കി ആ വീഡിയോ പോസ് ചെയ്ത് വെച്ച് ഇത് കൃത്യമായിട്ട് സ്വന്തമായിട്ട് ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. അപ്പൊ ഇത് നമ്മൾക്ക് നമ്പേഴ്സിനെ ഇട്ടിട്ട് ഇനി നമ്മൾ ചെയ്യാൻ പോവാം. അപ്പൊ നമ്പേഴ്സിനെ ഇട്ടിട്ട് നമ്മൾ ഈ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് താരതമ്യേന ചെറിയ നമ്പേഴ്സിനെ എടുക്കാം. അപ്പോൾ 321 ഇൻറ്റു 123 എന്നെടുത്തു. അത് സൗകര്യമുള്ള ഒരു നമ്പർ. ശരിയോ? 321 ഇൻറ്റു 123. ആദ്യം എന്ത് ചെയ്യണം? ആദ്യം ഈ 1ഉം 3യും 1 ഇൻറ്റു 3 എന്ന് എഴുതി. 1 ഇൻറ്റു 3. അടുത്ത എന്ത് വേണം? ഇവർ രണ്ടുപേരെ. അത് ചെയ്യേണ്ടത് എങ്ങനെയാ? 1 ഇൻറ്റു 2 2 പ്ലസ് 2 ഇൻറ്റു 3 6. ശ്രദ്ധിച്ചോ? 1 ഇൻറ്റു 2 2, 2 ഇൻറ്റു 3 6. അപ്പൊ 6 പ്ലസ് 2 8. അടുത്ത എന്ത് വേണം? എല്ലാവരും കൂടെ വരികയാണ്. 3 പേരും വരുന്ന സ്റ്റെപ്പാണ് കേട്ടോ. 3 പേരും വരുന്ന സ്റ്റെപ്പ്. നടുക്കുള്ളവർ, ഏറ്റവും അടുത്തുള്ളവർ 1 ഇൻറ്റു 1 1. നടുക്കുള്ളവർ 2 ഇൻറ്റു 2 4. ഈ അപ്പം തന്നെ കൂട്ടി പോകും. ഇത് 1, ഇത് 4ഉം കൂടെ കൂട്ടി 5, 3 3 9, 9 5 14. 1 ക്യാരി ഉണ്ട്, ഓർത്തോണേ, 1 ക്യാരി. അടുത്ത ഈ ലെഫ്റ്റിലേക്ക് നമ്മൾ ഇറങ്ങി. ഇവിടെ 2 ഇൻറ്റു 1 2, നമ്മുടെ കയ്യിൽ 1 ക്യാരി ഉണ്ട്. 2 ഇൻറ്റു 1 2, നമ്മുടെ 1 കൂടെ കൂട്ടി 3. 3 പ്ലസ് 6 9. 3 പ്ലസ് 6 9. ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് വന്നു. 3ഉം 1ഉം 3 ഇൻറ്റു 1 3. അത്രയുള്ളൂ കാര്യം. അപ്പൊ നോക്ക് എത്ര അനായാസമായിട്ട് നമ്മൾ സാധാരണ വലിയൊരു സ്റ്റെപ്പ് ഓഫ് ഓപ്പറേഷൻസ് എഴുതി ചെയ്യുമായിരുന്ന കാൽക്കുലേഷനെയാണ് ഇവിടെ ഒരു സിംഗിൾ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്തത്. ഹൊറിസോണ്ടൽ എന്നുള്ള കാര്യം വിടുകയും ചെയ്യരുത്. വീണ്ടും താഴെ എഴുതാൻ നിൽക്കരുത്. ഹൊറിസോണ്ടലി നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ആകുക. ഇനി ഹൊറിസോണ്ടലി എഴുതുക പോലും ചെയ്യാതെ ആ പേപ്പറിന്റെ ഏതെങ്കിലും 2 സ്ഥലത്ത് ആ നമ്പേഴ്സ് കിടന്നോട്ടെ, അപ്പൊ പോലും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പൊ ആ രീതി പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള വാല്യൂനെ ഇനി പിടിച്ചു നോക്കാം. ഇപ്പോൾ 673 ഇച്ചിരി കട്ടി വരുവേ. വെച്ചാൽ വലിയ വാല്യൂസ് ഒക്കെ വരുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ? അപ്പൊ 834 നമുക്ക് നോക്കാം, സമാധാനമായിട്ട് നോക്കാം എങ്ങനെ കൊണ്ടുവരാം. ആദ്യം എന്ത് വേണം? ആദ്യം വേണ്ടത് 3 ഇൻറ്റു 4. 3 ഇൻറ്റു 4 3 12. 1 ക്യാരി ഉണ്ടേ. അടുത്ത സ്റ്റെപ്പ് എടുക്കുക. അടുത്ത 73ഉം 34 നോക്കണ്ടേ. അപ്പോൾ 1 ക്യാരി ഉണ്ട്, ഓർത്തോണം. ആദ്യം ചെയ്യേണ്ടത് 3 3 9. നമ്മുടെ കയ്യിൽ 1 കൊടുത്തു. 9 1 10. 7 4 28. അപ്പോൾ 10ഉം 28ഉം 38 എന്ന് വന്നു. 10ഉം 28ഉം 38. 3 മിച്ചമുണ്ട് കേട്ടോ. 3 പീക്ക് സ്റ്റെപ്പിലേക്ക് വന്നേ. പീക്ക് സ്റ്റെപ്പ് 3 മിച്ചമുണ്ട് ഇവിടെ. അപ്പോൾ അടുത്ത വന്നു 3 8 24. നമ്മുടെ കയ്യിൽ ആരുണ്ട്? 3 ഉണ്ട്. 24 3 27. ആ സ്റ്റെപ്പൊക്കെ ഒരു ഇച്ചിരി ബുദ്ധിമുട്ട് വരും. ക്ഷമയോട് കൂടിയിട്ട് നമ്മളവിടെ ചെയ്യാം. 24 3 27. 27ഉം 21ഉം 27ഉം 21 48. 48ഉം 24. അപ്പൊ 48ന്റെ കൂടെ 20 ആദ്യം കൂട്ടിക്കും, 68. 48ന്റെ കൂടെ 20 കൂട്ടി 68. ഇനി 4 കൂട്ടി 68 4 72. 7 മിച്ചമുണ്ട് കേട്ടോ. 7 മിച്ചം. ഇനി ലെഫ്റ്റിലേക്ക് ഇറങ്ങാം. ഇവരെ 2 പേരാ. 7 മിച്ചമുണ്ട്. ആദ്യം 8 7 56. 56ന്റെ കൂടെ 7 കൂട്ടി 56 7 63. 63ഉം 18ഉം 63ഉം 18ഉം അങ്ങനെ കൂട്ടും. 63ന്റെ കൂടെ 10 ആദ്യം കൂട്ടി 73 പ്ലസ് 8 കൂട്ടി 73 8ഉം 81. 8 മിച്ചമുണ്ട് കേട്ടോ.
ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് വന്നു. 6 8 48. നമ്മുടെ കയ്യിൽ 8 ഉണ്ട്. 48 8 56. കിട്ടിയോ? നേടി. അപ്പൊ ആദ്യം നമ്മൾ അവിടെ സമാധാനത്തോടെ ക്ഷമയോട് കൂടിയിട്ടൊക്കെ ചെയ്യുന്നു. അങ്ങനെ പയ്യെ പയ്യെ താളം അങ്ങനെ കൂട്ടി കൊണ്ടുവരിക. അപ്പോൾ വെറുതെ ചാടിക്കയറി സ്പീഡ് ചെയ്ത് തെറ്റുകൾ വരുത്തരുത്. അത് നമ്മൾ ശ്രദ്ധിച്ചോണം. അപ്പൊ തെറ്റിയാൽ അവിടെ ഒരു പ്രീ ജഡ്ജ്മെന്റൽ ഫോമിലേക്ക് നമ്മൾ ഇതിന് ഫിറ്റ് അല്ല എന്നുള്ള രീതിയിലേക്കൊന്നും പോകണ്ട. നമ്മൾ എന്ത് ചെയ്യണം? സമാധാനത്തോടെ നമ്മൾ അതിനെ തിരുത്തിക്കണം. അപ്പോൾ മറ്റൊരു ചലഞ്ചിങ് സെറ്റ് കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. 987 ഇൻറ്റു 987. ശരി പറഞ്ഞ 987 സ്ക്വയർ നമ്മൾ കണ്ടുപിടിക്കുക. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്, ഹൊറിസോണ്ടൽ മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് സാധ്യമാണോ എന്നുള്ളതാണ് നോക്കുക. ആദ്യം എന്തെടുത്തു? 7 7. അപ്പോൾ ഇത്തവണ ഞാൻ വരയ്ക്കുന്നില്ല. നിങ്ങളപ്പോൾ അത് ഫോളോ ചെയ്തോണം, കൃത്യമായിട്ട് ഫോളോ ചെയ്തോണം. ഏത് ഓർഡറിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിച്ചോണം. ആദ്യം 7 ഇൻറ്റു 7 49. 4 ക്യാരി ഉണ്ട്, 4 ക്യാരി. ഇനി ഞാൻ പറയുന്നതിന് ശ്രദ്ധിച്ചോണം, സാവധാനം പറയാം. അപ്പോൾ ഏതാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിച്ചോണം. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ആ ഒരു പാറ്റേൺ പിടികിട്ടിയോ എന്നുള്ളത് ശ്രദ്ധിക്കാം. 49 4 നമ്മുടെ കയ്യിലുണ്ട്. ഇനി നമ്മൾ 8 7 56 4 കൂട്ടി, 8 7 56 4 കൂട്ടി 60. അപ്പോൾ 56 4 60. വീണ്ടും 56 ഇവിടെ. അപ്പോൾ 60 പ്ലസ് 56 116 116 11 ക്യാരി ഉണ്ട്. 116ന്റെ 11 ക്യാരി ഉണ്ട്. അടുത്ത 3 കൂടെ വരുന്ന സ്റ്റെപ്പാണ്. 9 7 63 11 കൂട്ടി 74. 74 പ്ലസ് 64 74 പ്ലസ് 64 മനസ്സിൽ ചെയ്യാൻ പറ്റുന്നു. 74 പ്ലസ് 64 എന്താ? സമാധാനത്തോടെ ഇങ്ങനെ നോക്കി. 74ലൂടെ 4 കൂട്ടി 78. 60 കൂട്ടി 138. 138 പ്ലസ് 63 63. 138 പ്ലസ് 63. 138ന്റെ കൂട്ടത്തിൽ 3 കൂട്ടിക്കോ ആദ്യം. 138ന്റെ കൂടെ 3 കൂട്ടി. അപ്പൊ എത്രയാ? 141. ഇനി 60 കൂട്ടിക്കോ. 201. 201. അപ്പൊ 201ന്റെ 20 മിച്ചമുണ്ട് കേട്ടോ. 20 മിച്ചം. ലാസ്റ്റ് നമ്മൾ ഇവരെ എടുക്കുകയാണ്. സെക്കൻഡ് ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് വരിക. 20 മിച്ചമുണ്ട്. 8 ഇൻറ്റു 9 9 8 72. 72. നമ്മുടെ 20 മിച്ചമുണ്ട്. 72 20 92. വീണ്ടും ഈ 9 വെട്ടുമുണ്ട്. അതൊരു 72. അപ്പൊ 92 72. 92 72. അപ്പൊ 162. 16 മിച്ചമുണ്ട് കേട്ടോ. 16 മിച്ചം. ലാസ്റ്റ് 81. 81 16. 81 16 97. ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, വലിയ സംഖ്യകളൊക്കെയാണ്. പക്ഷേ നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇരട്ടി ഗുണം. ഒന്ന്, മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള നമ്മുടെ പദ്ധതി നടക്കും. ഒപ്പം ഞാൻ മുമ്പ് ഫസ്റ്റ് സെക്ഷനിൽ പറഞ്ഞ പോലെ ഇതൊക്കെ ബേസിക്കലി ഒരു ബ്രെയിൻ എക്സസൈസും കൂടിയാണ്. നമുക്ക് പെട്ടെന്ന് ബൈ മൈൻഡ് പ്രോസസ്സ് ചെയ്യാനായിട്ടുള്ളൊരു കോൺഫിഡൻസ് അവിടെ വർദ്ധിക്കുന്നു എന്നുള്ളൊരു കാര്യവും ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ അവിടെ ഒട്ടും വിട്ടുവീഴ്ച ചെയ്യരുത്. നിങ്ങളെ ചലഞ്ച് ചെയ്യുന്ന സെറ്റ് ഓഫ് വാല്യൂസ് ഇട്ടിട്ട് തന്നെ നമ്മൾ ചെയ്തോണം ഇവിടെ. അപ്പം നമ്മൾ അതിൻ്റെ ഈ യൂസ്ഫുൾനെസ്, അതിൻ്റെ ഒരു വാല്യൂ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. അവിടെ ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ജസ്റ്റ് ഈ സെഷൻസ് കണ്ടു എന്നേ ഉള്ളൂ അല്ലേ, നിങ്ങളുടേതായിട്ടില്ല ഈ മെത്തേഡ്. അപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ കൺസിഡർ ചെയ്യാം, നിങ്ങളൊരു മാജിക് ക്ലാസ്സിലാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് കരുതുക. വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് മാജിക് ട്രിക്സ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരികയാണ്. അല്ലെങ്കിൽ നിങ്ങൾ അത്തരത്തിലൊരു ബുക്ക് വാങ്ങി എന്ന് കരുതുക. ഈ ബുക്ക് വാങ്ങിയത് കൊണ്ടോ ഇത്തരം ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടോ നിങ്ങൾ മജീഷ്യൻസ് ആയോ? ഇല്ല, ഒരിക്കലും ഇല്ല. നിങ്ങൾക്ക് കുറച്ച് ട്രിക്കൊക്കെ പിടികിട്ടി എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അതിന് നിങ്ങൾക്ക് പെർഫോം ചെയ്യണമെങ്കിൽ എത്ര കാലത്തെ പ്രയത്നം വേണം? അപ്പോൾ ആ ഒരു പ്രയത്നം വേണം. കൈയടക്കം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. ആ ഒരു പ്രാക്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് വളരെയധികം പ്രാധാന്യം കൊടുക്കണം. വളരെ ചെറിയൊരു കോൺസെപ്റ്റ് ആയിരിക്കാം, ബട്ട് നമ്മളത് പ്രാക്ടീസ് ചെയ്ത് നമ്മുടേതാക്കി മാറ്റുന്നിടത്താണ് വിജയം. എങ്കിൽ മാത്രമേ അത് എക്സാംസിന്, അത്തരം ഒരു സിറ്റുവേഷനെ നമ്മൾ ഫേസ് ചെയ്യുന്ന അവസരത്തെ നമുക്ക് യൂസ്ഫുൾ ആവും. ഇത് മനസ്സിൽ കണ്ടോ? അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ലെവലിലേക്ക് പോയി ഇതിൻ്റെ നെക്സ്റ്റ് ലെവലിനെ പിടിച്ചോ. നമുക്കൊരു 4 ഡിജിറ്റിനെ 4 ഡിജിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 4 ഡിജിറ്റിനെ 4 ഡിജിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്ത് ചെയ്യും? ഏത് തരത്തിൽ കൊണ്ടുവരാം? അപ്പം ഞാനിവിടെ കൊണ്ടുവരാണ്. ഇപ്പോൾ 4 ഡിജിറ്റിനെ 4 ഡിജിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാനായിട്ട് നമുക്ക് ഇങ്ങനെ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ അതിൻ്റെ മുഴുവൻ സ്റ്റെപ്പ്, അപ്പോൾ ആദ്യം നിങ്ങൾ ഓർമ്മിക്കുക, ഒരു 4 ഡിജിറ്റിനെ 4 ഡിജിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന അവസ്ഥ ഒത്തിരി സ്റ്റെപ്പ് വരും അല്ലേ? എങ്ങനെയായിരിക്കും സ്റ്റെപ്പ് പോവുക? 1 by 1, 2 by 2, 3 by 3,
4/4, 3/3, 2/2, 1/1. 7 സ്റ്റെപ്പ് വരും കേട്ടോ. അപ്പോൾ ഈ 7 സ്റ്റെപ്പിനെ ഞാനിപ്പോൾ ഇവിടെ എഴുതുകയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ABCD ഇൻറ്റു PQRS. ഇത് നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് ABCD ഇൻറ്റു PQRS. മൂന്നാമത് ABCD ഇൻറ്റു PQRS. നാലാമത്. അവിടെയൊക്കെ ഇനി ലിങ്ക് നമുക്ക് വരയ്ക്കേണ്ട. കാര്യം മനസ്സിലായെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് വരച്ചു, സ്വന്തമായിട്ട് വരയ്ക്കാൻ തുടങ്ങിക്കൂ. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം നിങ്ങൾക്ക് എത്രത്തോളം അത് ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്, അതിനെ ഒബ്സർവ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. അതിൻ്റെ ഓർഡർ മനസ്സിലാക്കി കഴിഞ്ഞാലേ. ഇപ്പോൾ ഇവിടെ വന്നു ABCD ഇൻറ്റു PQRS. അപ്പോൾ 7 സ്റ്റെപ്പ് ഉണ്ടെന്ന് ഓർത്തോണം. അപ്പോൾ 7ാമത്തെ സ്റ്റെപ്പിലേക്ക് വന്നു ABCD ഇൻറ്റു PQRS. ഓക്കെ, ഇപ്പോൾ സ്റ്റെപ്പ് നമുക്ക് നോക്കാം എന്താ ചെയ്യേണ്ടത്. ആദ്യം ഇവരെ തന്നെ മൾട്ടിപ്ലൈ ചെയ്തു. ദാറ്റ്സ് എ ഫസ്റ്റ് സ്റ്റെപ്പ്. DS. ഇനി ഞാൻ അപ്പുറത്തേക്ക് എഴുതുന്നില്ല, ഇവിടെ ഇത് വെച്ചിട്ട് നമുക്ക് പറയാം. രണ്ടാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് DS. ഇതാണ് റൈറ്റ് മോസ്റ്റ് വരുന്നത് കേട്ടോ, DS. രണ്ടാമത് ഇവരെ രണ്ടുപേരെയാണ്. അപ്പോൾ അടുത്തുള്ളവ അകലെയുള്ളവ പറഞ്ഞ് ഓർത്തോണം. രണ്ടാമത്തെ സ്റ്റെപ്പ് DR പ്ലസ് CS. ഇതാണ് ചെയ്യേണ്ടത്. ദാറ്റ്സ് ദ സെക്കൻഡ് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പിലേക്ക് വന്നു. ഇപ്പോൾ 3/3 ഓപ്പറേഷനാണ്. 3/3. അപ്പോൾ അടുത്തുള്ളവ, നടുക്കുള്ളവ, അകലെയുള്ളവ. പിടിയോ? ഇപ്പോഴും അങ്ങനെയാണ്, ഒരു ഓർബിറ്റൽ ഷേപ്പിലായി ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഇവിടെ വന്നപ്പോൾ DQ. ആദ്യം DQ പ്ലസ് CR പ്ലസ് BS. അപ്പോൾ DQ പ്ലസ് CR പ്ലസ് BS. അടുത്ത എല്ലാവരും കൂടെ വരിക. ഇവരെല്ലാവരും വരുന്ന സ്റ്റെപ്പാണ് കേട്ടോ, ഇവരെല്ലാവരും വരുന്ന സ്റ്റെപ്പാണ്. അപ്പം നമുക്ക് മനസ്സിലായി ഇത് നടുക്കുള്ളവർ, അടുത്ത നടുക്കുള്ളവർ, അകലെയുള്ളവർ. അപ്പം അടുത്തുള്ളവർ, നടുക്കുള്ളവർ, രണ്ടാമത് വീണ്ടും നടുക്കുള്ളവർ, ദെൻ അകലെയുള്ളവർ. ഇല്ലേ? അപ്പം ഇങ്ങനെ കിട്ടും. അപ്പോൾ പീക്ക് സ്റ്റെപ്പിലേക്ക് വന്നു. പീക്ക് സ്റ്റെപ്പിൽ വരുമ്പോൾ DP എടുത്തു. DP CQ പ്ലസ് BR പ്ലസ് AS. ഇത്രയും ശരി മെനക്കേടാ. ഇത് വാല്യൂസ് ഒക്കെ വെച്ച് ചെയ്യുമ്പോഴത്തേനല്ലേ. പക്ഷേ അതിൻ്റെ ഔട്ട്പുട്ട് നിങ്ങൾക്ക് നേരിട്ട് ഇങ്ങനെ അങ്ങ് എഴുതാൻ പറ്റിയെന്ന് കരുത്. ഓർത്ത് നോക്കി, ദാറ്റ്സ് ആൻ അമേസിങ് പെർഫോമൻസ്. അപ്പം നമുക്ക് നോക്കാം, നിങ്ങൾക്ക് തന്നെ ചെയ്യാം. ഇനി നമ്മൾ ലെഫ്റ്റിലേക്ക് ഇറങ്ങി. ഈ മൂന്നെണ്ണം. അപ്പം എങ്ങനെ വേണം ലിങ്ക്, എങ്ങനെ വേണം ക്രിയേറ്റ് ചെയ്യാൻ? CP BQ AR കേട്ടോ, എല്ലാം ഇങ്ങനെ ഓർബിറ്റൽ ഷേപ്പിലാണ് വരിക. അപ്പോൾ CP പ്ലസ് BQ പ്ലസ് AR എന്നു. CP പ്ലസ് BQ പ്ലസ് AR. അടുത്ത സെക്കൻഡ് ലാസ്റ്റ് വന്നു. സെക്കൻഡ് ലാസ്റ്റ് അവസാനത്തെ ലെഫ്റ്റ് സൈഡിലെ 2 എണ്ണം നോക്കി. അപ്പോൾ അതങ്ങനെ വരും BP പ്ലസ് AQ. സോ ദാറ്റ് ഈസ് BP പ്ലസ് AQ. ആൻഡ് ദ ലാസ്റ്റ് ഏറ്റവും ഇടതുവശത്തുള്ളവർ, അപ്പോൾ അത് AP എന്ന് പറഞ്ഞു. AP ഏറ്റവും ഇടതുവശത്തുള്ളവർ AP. പിടിയോ? ഇത്രയാണ് സ്റ്റെപ്പ്. ഈ ഔട്ട്പുട്ട് ആദ്യം എഴുതണം, അടുത്തത് ആൻഡ് 7 സ്റ്റെപ്പായിട്ട് ഓപ്പറേഷൻസ് വരും. അപ്പോൾ ആ ലിങ്കിനെ കൃത്യമായിട്ട് മനസ്സിലാക്കി, കൃത്യമായിട്ട് നല്ലപോലെ മനസ്സിലാക്കി എന്നുള്ള ഉറപ്പാക്കുക. തന്നെ വേണമെങ്കിൽ ഒരിക്കൽ കൂടി ഒന്ന് ഈ പറഞ്ഞ ലിങ്കിനെ ഒന്ന് വരച്ചു നോക്കൂ. നമുക്ക് ആ ഓർഡർ ഒന്ന് ഉറപ്പിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ പ്രിപ്പയർഡ് ആകാതെ നിങ്ങൾ ഈ മെത്തേഡിനെ ജഡ്ജ് ചെയ്യാൻ നിൽക്കുകയേ ചെയ്യരുത് കേട്ടോ. ഏത് പുതിയ മെത്തേഡും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ അത് പ്രിപ്പയർഡ് ആകും. നമ്മൾ ഈ പുതിയൊരു മൊബൈൽ ഫോൺ കിട്ടുന്ന പോലെ, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഒരു ഇലക്ട്രോണിക് ഡിവൈസ് കിട്ടുന്ന പോലെയാണ്. നിങ്ങൾ അതുമായിട്ടൊന്ന് പരിചയപ്പെടുക. പുതിയൊരു ചെരുപ്പിടുന്ന പോലെയാണ്. നിങ്ങൾ അതുമായിട്ടൊന്ന് പഴക്. അപ്പോഴാണ് അതിൻ്റെ ഒരു കംഫർട്ട് ഫോമിലേക്ക് അത് വരിക. ആദ്യമേ തന്നെ എന്നെ ജഡ്ജ് ചെയ്യാനായിട്ട് പോകരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി കാര്യത്തിലേക്ക് കടക്കാം. ഇതെങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക? കറക്റ്റ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യം നടക്കുമോ? അപ്പോൾ 4 ഡിജിറ്റിനെ 4 ഡിജിറ്റ് കൊണ്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അങ്ങനത്തെ സാഹചര്യങ്ങൾ അവിടെ വരും. അങ്ങനെ വരുന്ന അവസരത്തിൽ നമുക്ക് അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റണം.
നമുക്ക് പൊതുവേ SSC ടൈപ്പ് ഓഫ് എക്സാംസ് ആയിക്കോട്ടെ, ബാങ്ക് എക്സാംസ് ആയിക്കോട്ടെ, മോസ്റ്റ് ആക്യുറേറ്റ് ടൈപ്പ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ സിറ്റുവേഷൻസ് അവിടെ വരാം. അത് ചിലപ്പോൾ രണ്ട് ഡെസിമൽ നമ്പേഴ്സ് ആയിരിക്കും. ഇപ്പോൾ ഡെസിമൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ കൺസിഡർ ചെയ്തോ, 32.37 ഇൻറ്റു 64.52 ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു എന്ന് കരുതുക. അപ്പോൾ നമുക്ക് ചിന്തിച്ചു, ഓക്കെ, ഏതാണ്ട് ഏകദേശം അപ്രോക്സിമേഷൻ ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ 32 64 കൂടെ ഒക്കെ മൾട്ടിപ്ലൈ ചെയ്താൽ മതിയായിരിക്കുമല്ലോ എന്നൊക്കെ കരുതിയ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഒക്കെ ഇതിനോട് വളരെ ക്ലോസ്ലി കണക്റ്റഡ് ആണെന്ന് കരുതുക. സംഗതി പാളും. നമുക്കവിടെ ജസ്റ്റ് റഫ് അപ്രോക്സിമേഷൻ എടുക്കാൻ പറ്റത്തില്ല. മോസ്റ്റ് ആക്യുറേറ്റ് ഓപ്പറേഷൻസ് തന്നെ വേണം താനും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, അത്തരം സിറ്റുവേഷൻസ്, അത്തരം റിക്വയർമെന്റ്സ് ഉണ്ട് അവിടെ എന്നുള്ള തിരിച്ചറിയണം. എന്നിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ചെറിയ നമ്പേഴ്സിനെ വെച്ചിട്ടുള്ള പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ ഇവിടെ സൗകര്യത്തിന് വേണ്ടി ഞാൻ ചെറിയ സംഖ്യകൾ എടുക്കുകയാണ്. 2321 ഇൻറ്റു 1332. നമ്മുടെ കയ്യിൽ നിൽക്കുന്ന സംഖ്യകളെ ആദ്യം എടുക്കാം, അല്ലെ നമ്മൾ പെട്ടെന്ന് മടുക്കും. അപ്പോൾ 1332 ഇങ്ങനെ എടുക്കും. അപ്പോൾ ആദ്യം നമുക്ക് കൊണ്ടുവരേണ്ടത് ഈ പറഞ്ഞ റൈറ്റ് മോസ്റ്റ് 2 ഡിജിറ്റ്സ് ആണ്. 1 ഇൻറ്റു 2, അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് 2 എന്ന് എഴുതി. 1 ഇൻറ്റു 2 2. സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് വരികയാണ്. ഈ പറഞ്ഞ 21ഉം ഇവിടുത്തെ 32 ആയിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 ഇൻറ്റു 3 3 പ്ലസ് 2 ഇൻറ്റു 2 4. അപ്പോൾ 3 + 4 7 എന്നും 3 + 4 7. 3 + 4 7. അടുത്ത 3/3 വരുവേ. ഈ 3 ഈ 3. അപ്പോൾ അവിടെ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് 1 ഇൻറ്റു 3 ആണ് കേട്ടോ. 1 ഇൻറ്റു 3 3 വന്നു. 2 ഇൻറ്റു 3 6 വന്നു. അപ്പോൾ ശ്രദ്ധിച്ചോണം, 1 ഇൻറ്റു 3 ഇവിടെ അവസാനിക്കുന്ന, ഇവിടെ ആരംഭിക്കുന്നത് എടുത്തോണം. അപ്പോൾ 1 ഇൻറ്റു 3 3 ആണ്. 2 ഇൻറ്റു 3 നടുക്കുള്ളവർ 6 വന്നു. അപ്പോൾ 6 + 3 9 വന്നു. 3 ഇൻറ്റു 2 മറ്റൊരു 6 9 + 6 15 വന്നു. 15 1 ഇത്തവണ നമ്മുടെ ഈ ക്യാരി ഉണ്ട് കേട്ടോ. ഈ പീക്ക് സ്റ്റെപ്പിലേക്ക് വന്നേ. പീക്ക് സ്റ്റെപ്പ് 1 ഇൻറ്റു 1 എടുത്തു. കറക്റ്റ്. നമ്മുടെ 1 ക്യാരി ഉണ്ടെന്നുള്ള ഓർക്കണം. 1 ഇൻറ്റു 1 1. നമ്മുടെ ക്യാരി എപ്പോഴേ കൊടുത്തു? 1 + 1 2. 2 ഇൻറ്റു 3 6. അപ്പോൾ 6 + 2 8. 3 ഇൻറ്റു 3 9. 9 + 8 17. 2 ഇൻറ്റു 2 4. 17 + 4 21. ഇത്തവണ 2 ക്യാരി ഉണ്ട്. 21 2 ക്യാരി. ഇടതുവശത്തെ 3 അക്കം 3 അക്കം. അവിടെ 2ഉം 1ഉം കൂടെയാണ് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 2ഉം 1. ഇപ്പം 2 നമ്മുടെ 2 ക്യാരി ഉണ്ടായിരുന്നു. 2 + 2 4. 3 ഇൻറ്റു 3 9. ഇപ്പം 9 + 4 13. 2 ഇൻറ്റു 3 6 ഉണ്ട്. അപ്പോൾ 13 + 6 19. 1 ഇത്തവണ ക്യാരി ഉണ്ട് കേട്ടോ. അടുത്ത 23 13 ആണ്. 1 ഇൻറ്റു 3 ആണ്. 3 ഇൻറ്റു 1 3. നമ്മുടെ ഈ 1 ക്യാരി ഉണ്ട്. 3 + 1 4. 6 + 4 10 എന്ന് തോന്നുന്നു. 6 + 4 10. 1 ക്യാരി ഉണ്ട്. ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് വന്നു. 2 ഇൻറ്റു 1 2 ആണ്. നമ്മുടെ ഈ ക്യാരി 1 ഉണ്ട്. അപ്പോൾ 2 + 1 3 എന്ന് കിട്ടി. കിട്ടിയോ? ഇത്രയും സ്റ്റെപ്പ് ഉണ്ട്. പ്രാക്ടീസിലായി കഴിയുമ്പോൾ നമുക്ക് വളരെ താളത്തിൽ ഇങ്ങനെ പോകാൻ പറ്റും. ഇങ്ങനെ നിങ്ങൾ പ്രാക്ടീസിലായി കഴിഞ്ഞാൽ ഒട്ടും സംശയിക്കേണ്ട. ഇതല്ലാതെ നമ്മൾ ഇങ്ങനെ നിരത്തി എഴുതി ചെയ്യത്തില്ലേ? ഒരു നാലെണ്ണത്തിന്റെ താഴെ നാലെണ്ണം എഴുതിയിട്ട് വീണ്ടും അവിടെ മൾട്ടിപ്ലിക്കേഷൻസ് വന്നു. ആദ്യത്തെ അക്കം കൊണ്ട് നാലെണ്ണത്തിനെ മൾട്ടിപ്ലൈ ചെയ്തു, അടുത്ത അക്കം കൊണ്ട് നാലെണ്ണത്തിനെ മൾട്ടിപ്ലൈ ചെയ്തു, ആൻഡ് സോ ഓൺ. അങ്ങനെ എഴുതി ഒരു പേജ് നിറയുന്ന റെഫർക്കിന്റെ സ്ഥാനത്ത് അതിന്റെ 10-1 സമയം കൊണ്ട് നിങ്ങൾക്ക് ആൻസറിനെ ഇങ്ങനെ എത്തിക്കാൻ പറ്റും. പക്ഷെ പ്രാക്ടീസ് വേണം. ഓക്കെ. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. നമുക്ക് പ്രാക്ടീസിലൂടെ അങ്ങനെ ഇംപ്രൂവ്ഡ് ആകാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസം ആദ്യമേ കീപ്പ് ചെയ്യണം. വെറുതെ ഇത് കണ്ട് ഇങ്ങനെ ഓക്കെ അങ്ങനെയൊക്കെ മെത്തേഡ്സ് ഉണ്ട്, അങ്ങനെ കുറച്ച് പേർക്കൊക്കെ ചെയ്യാൻ പറ്റും, എല്ലാവർക്കും അത് പോസിബിൾ അല്ല, ഇങ്ങനെയൊന്നും ജഡ്ജ് ചെയ്യാൻ നിൽക്കരുത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ പഠിച്ചെടുക്കാൻ ആ ഒരു ചലഞ്ചിന് നമ്മളവിടെ തയ്യാറാവുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അല്പം ബുദ്ധിമുട്ടുള്ള വാല്യൂസിനെ വെച്ചിട്ട് ഇതിനെ നോക്കാം. 63 48 ഇൻറ്റു 13 32. ഒരെണ്ണം ഇച്ചിരി വലുതും ഒരെണ്ണം താരതമ്യേന ചെറുതും അങ്ങനെ കൊടുത്തു. അപ്പം ഇനി മൾട്ടിപ്ലൈ ചെയ്യുന്ന അവസരത്തിൽ ധാരാളം ചലഞ്ചസ് കടന്നു വരുവേ, ഓർത്തോളം. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് വന്നു. ആദ്യത്തെ സ്റ്റെപ്പ് നമുക്കിവിടെ കൺസിഡർ ചെയ്യാം. 8ഉം 2ഉം. ഈ 8 16. 16ന്റെ 1 മിച്ചമുണ്ട്. അടുത്ത ഇവരെ 48ഉം 32ഉം ആണേ. 48 32. ഇനി ഇത്തവണ ഞാൻ വരയ്ക്കാതെ കൊണ്ടുവരാം. ഫോളോ ചെയ്തോണേ. വരയ്ക്കാതെ നമ്മൾ കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ 8 16 6 എഴുതി, 1 മിച്ചം. അടുത്ത 3 24. നമ്മുടെ കയ്യിൽ 1 ഉണ്ട്. 25 25 8ഉം 33. 3 മിച്ചമുണ്ടേ. ഇനി 3/3 ഓപ്പറേഷനിലേക്ക് വരികയാണ്.
24 3 27, 27 12 39, 39 6 45, 4 അവിടെ മിച്ചമുണ്ട്, 4 മിച്ചം, 8 4 12, 12 12 24, 24 9 33, 33 12, എത്ര വന്നു? 33 12 45. വീണ്ടും 4 അവിടെ മിച്ചം, ലെഫ്റ്റ് സൈഡിലെ 3/3 ഓപ്പറേഷനിലേക്ക് വരികയാണ്. 4 4 8, 9 8 17, 17 18 35. ഇത്തവണ 3 അവിടെ മിച്ചം, 2/2 ആണ്. 3 + 3 6, 6 + 18 24, 2 അവിടെ മിച്ചം. ലാസ്റ്റ് 6 + 2 8 എന്നും കിട്ടി. അപ്പോൾ ചെയ്തു നോക്കണം, പ്രാക്ടീസ്ഡ് ആകണം. അപ്പോൾ സാവധാനം അത് ചെയ്ത് നമുക്ക് വരയ്ക്കാതെ തന്നെ അവിടെ ചെയ്യാണ്ട് പറ്റണം. അപ്പോൾ ഇപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചേ? ഇപ്പം നമ്മൾ പഠിച്ചു 2/2 പഠിച്ചു, 3/3 പഠിച്ചു, 4/4 വരെ പഠിച്ചു. ഇനി ബാലൻസ്ഡ് അല്ലെങ്കിലോ? അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ തോന്നാം, ഇങ്ങനെ 3/3 2/2 ഈക്വൽ നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അല്ല, അല്ലാതെയും നമുക്ക് ചെയ്യാം. അതിന് എണ്ണി മനസ്സിലാക്കണം. ഇനി ബാലൻസ്ഡ് അല്ലാത്ത ടൈപ്പിനെ നമുക്കൊന്ന് മനസ്സിലാക്കുകയാണ്. ഒരു 3 അക്ക സംഖ്യയെ ഒരു 2 അക്ക സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ഇനി നമ്മുടെ പരിപാടി. അപ്പോൾ ഒരു 3 അക്ക സംഖ്യയെ ഒരു 2 അക്ക സംഖ്യ കൊണ്ട് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം, അതെങ്ങനെ എളുപ്പത്തിൽ പ്രോസസ്സ് ചെയ്യാം, ഇതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു 3 അക്ക സംഖ്യയെ 2 അക്ക സംഖ്യ കൊണ്ട് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് ചോദിച്ചാൽ അവിടെ ഒരു 1/1 സ്റ്റെപ്പ് വരും, 2/2 സ്റ്റെപ്പ് വരും. 3/3 ഉണ്ടോ? ഇല്ല. വീണ്ടും ഒരു 2/2 വരും, 1/1 വരും. ഇപ്പം 4 സ്റ്റെപ്പിൽ പരിപാടി വരും. അപ്പോൾ ആ 4 സ്റ്റെപ്പിനെ നമ്മളിവിടെ എഴുതുകയാണ്. അപ്പോൾ ഇവിടെ ABC × PQ, ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് വീണ്ടും ABC × PQ. തേർഡ് സ്റ്റെപ്പ് ABC × PQ. ആൻഡ് ദ ഫോർത്ത് സ്റ്റെപ്പ് ABC × PQ. ഇനി എന്താ സംഭവം നമുക്കിവിടെ നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് റൈറ്റിലെ 2 ഡിജിറ്റ്സ് എടുത്തു. സോ ദാറ്റ് ഈസ് CQ. ഇത്തവണ ഞാൻ നിരത്തി എഴുതുന്നില്ല, നമ്മൾ ഓർത്താൽ മതി. ഇതാണ് ആദ്യത്തെ ഔട്ട്പുട്ട്. രണ്ടാമത്തെ ഔട്ട്പുട്ട് നമ്മൾ മനസ്സിലാക്കണം, ഇവരെ 2 പേരെ എടുക്കുക. അപ്പോൾ CP + BQ, CP + BQ, CP + BQ. അപ്പോൾ ഇതിനെ നമ്മൾ എടുത്തപ്പോൾ CP + BQ എന്ന് കിട്ടി. അടുത്തത് എന്താണ്? അതാണ് ശ്രദ്ധിക്കാൻ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ 3 പേരെയും കൂടെ എൻഗേജ്ഡ് ആക്കുവാൻ ഇവിടെ 3 ഡിജിറ്റ്സ് ഇല്ല. അപ്പോൾ അടുത്ത 2/2 ആണ് ഇവിടുത്തെ വഴി. അപ്പോൾ ഈ 2 പേര് അപ്പം തന്നെ എടുത്തോണം. ഇവിടെ AB എടുത്തോണം പകരം, AB. അപ്പോൾ ഇവിടെ നിന്ന് വരും BP + AQ എന്ന് വരും കേട്ടോ, BP + AQ. അപ്പോൾ അടുത്തയാൾ വന്നു BP + AQ, BP + AQ എന്നു. ലാസ്റ്റ് ഏറ്റവും ഇടതുവശത്തുള്ള 2 പേരെ, ആര് വന്നു? AP. ലാസ്റ്റ് സ്റ്റെപ്പ് വന്നപ്പോൾ AP. അപ്പോൾ ഓർഡർ ശ്രദ്ധിച്ചോണം. ഈ നടുക്കത്തെ കണ്ടോ, സെക്കൻഡ് ആൻഡ് തേർഡ് സ്റ്റെപ്പ് കണ്ടോ, രണ്ടിടത്തും 2/2 ഓപ്പറേഷൻസാണ്. കാരണം അത് ഇവിടെ 2 ഡിജിറ്റ്സേ ഉള്ളൂ എന്നുള്ളത് കൊണ്ടാണ് അവിടെ നടുക്ക് രണ്ടിടത്തും 2/2 ഓപ്പറേഷൻസ് വന്നേ. അപ്പോൾ ഇത് നമുക്ക് നമ്പേഴ്സിനെ വെച്ചിട്ട് നമുക്ക് ഇവിടെ നോക്കാം. ഇപ്പം നമുക്ക് 123 × 34. അപ്പോൾ ഇവിടെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇവരെ 2 പേരെ എടുത്തേ, 3 4, 3 12, 12 ഒന്ന് വെച്ചേ. അടുത്തത് ഇവരെ 2 പേര് എടുക്കുകയാണ്. ഒന്ന് ക്യാരി ഉണ്ട്, ഓർത്തോണം. 3 9, ഈ 3 കൂടെ മൾട്ടിപ്പിൾ ചെയ്തു 9. ഒന്ന് ക്യാരി ഉണ്ട്, അത് കൂട്ടിക്കും. 9 10, 24 8 അല്ലേ? ഇപ്പോൾ 10 കിട്ടും, 18. ഒന്ന് മിച്ചം വന്നേ. ഇനി ഇവരെ 2 പേരെയാണ് എടുക്കേണ്ടത്. ഇവരെ 2 പേര്, ഒന്ന് നമ്മുടെ ഈ ക്യാരി ഉണ്ട്. 2 × 3 6, നമ്മുടെ 1 കൊടുത്തു. 6 + 1 7, 1 × 4 4 ആണ്. ഇപ്പോൾ 7 + 4 11, 1 ക്യാരി ഉണ്ട്, 1 ക്യാരി. എന്താ ലാസ്റ്റ് 1 ഉം 3 കൂടിയാണ്. 1 × 3 3, നമ്മുടെ 1 ക്യാരി ഉണ്ട്. 3 + 1 4 എന്ന് കിട്ടി. സോ ദ ആൻസർ ഈസ് 4182. കാര്യം വ്യക്തമായോ? മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ഒരു 3/2 മൾട്ടിപ്ലിക്കേഷൻ. അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള വാല്യൂസ് വെച്ചിട്ട് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാം. ബുദ്ധിമുട്ടുള്ള വാല്യൂസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഇപ്പം ഇവിടെ 678 × 83 ഇങ്ങനെ വരും. ഇച്ചിരി വലിയ സംഖ്യകൾ ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ നോക്കി, ആദ്യം ഈ പറഞ്ഞ 3 8 24, 2 മിച്ചമുണ്ട്. അടുത്ത നമ്മൾ ഇവരെ എടുത്തു കേട്ടോ. ഇവരെ എടുക്കുമ്പോൾ 8 8 64,
8 ഇൻറ്റു 8 64, 8 ഇൻറ്റു 8 64. നമ്മുടെ കയ്യിൽ 2 ഉണ്ട്. അപ്പൊ 64 2 66. 7 ഇൻറ്റു 3 21. അപ്പൊ 66ഉം 21 87 എന്ന് വന്നില്ലേ? 87. 8 നമ്മുടെ കയ്യിൽ മിച്ചമുണ്ട് കേട്ടോ. 8 നമ്മുടെ കയ്യിൽ മിച്ചമുണ്ട്. അടുത്ത ഇവരെ എടുത്തു. 8 മിച്ചമുണ്ട്. 7 ഇൻറ്റു 8 56 അല്ലേ? നമ്മൾ 8 കൂട്ടി. 56 8 64. 64 പ്ലസ് 6 ഇൻറ്റു 3 18 അല്ലേ? അപ്പൊ 64ഉം 18, 64ഉം 10 74, 8 82. 82. 8 വീണ്ടും മിച്ചമുണ്ട്. 8 വീണ്ടും മിച്ചം. 6 8 48. 8ഉം 56. കാര്യം വ്യക്തമായോ? മനസ്സിലായില്ലേ? അപ്പൊ ഒരു 3 ഡിജിറ്റ് നമ്പറിനെ 2 ഡിജിറ്റ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഐഡിയ കിട്ടിയോ? അപ്പൊ ഇതേപോലെ നമുക്ക് പല ഡിഫറെന്റ് ആയിട്ടുള്ള ബാലൻസ്ഡ് ഫോംസിലും അവിടെ ചെയ്യാം. ഇപ്പോൾ അവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു 4 ഡിജിറ്റിനെ 2 ഡിജിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 4 ഡിജിറ്റിനെ 3 ഡിജിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ ഈ 2 എക്സാമ്പിൾസും കൂടെ നമുക്ക് അവിടെ നോക്കാം. എങ്ങനെയാണ് ഒരു 4 ഡിജിറ്റിനെ 2 ഡിജിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു 4 ഡിജിറ്റിനെ 3 ഡിജിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വേണം? അപ്പൊ ഞാൻ ഇവിടെ ആദ്യം 4 ഡിജിറ്റിനെ ഒരു 2 ഡിജിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ച് ആദ്യം പറയാം. ഇങ്ങനെ ഇത് 4 ഡിജിറ്റിനെ 2 ഡിജിറ്റ് കൊണ്ട്. അപ്പൊ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊന്ന് മനസ്സിൽ ചിന്തിക്കുക എന്തായിരിക്കും അവിടെ കൊണ്ടുവരുന്ന സ്റ്റെപ്പ് എന്നുള്ളത്. അപ്പൊ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കോർ സ്റ്റെപ്പ്, ദാറ്റ് മീൻസ് പീക്ക് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ 3 2/2 ഓപ്പറേഷൻസ് വരുന്നു എന്നുള്ളത് ശ്രദ്ധിച്ചോണം. അപ്പൊ ആദ്യം നമ്മളിവിടെ ചെയ്യേണ്ടത് ഈ പറഞ്ഞ 2ഉം 3ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. 2 ഇൻറ്റു 3 6 എന്ന് വന്നു. അടുത്ത വന്നപ്പോൾ 72ഉം 23ഉം കൂടെയാണ് എടുക്കേണ്ടത്. 72ഉം 23. അപ്പോൾ അവിടെ 2 ഇൻറ്റു 2 4, 3 ഇൻറ്റു 7 21. 21 പ്ലസ് 4 25. 2 ഈസ് ക്യാരി. അപ്പൊ ഇത് 3 അവിടുത്തെ 2 ഈ പറഞ്ഞ 2 എണ്ണം. അപ്പൊ അതിനെ ഒന്ന് എടുക്കുക. അപ്പൊ ആദ്യം ഇതെടുത്തു, പിന്നെ ഇവിടെ എടുത്തു. അടുത്തത് ഇവരെ 2 പേരെ, പിന്നെ ഇവരെ 2 പേരെയാണ് നമുക്ക് അവിടെ എടുക്കേണ്ടത്. അപ്പൊ ഒന്നുകൂടെ ശ്രദ്ധിച്ചോണം. ഫസ്റ്റ് സ്റ്റെപ്പ് 2 ഇൻറ്റു 3 6. സെക്കൻഡ് ഈ 2 പേര്. അപ്പൊ നമുക്ക് മനസ്സിലായി 24 25 5 എഴുതി, 2 ക്യാരി ഉണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് 47 23 അതിൻ്റെ അകത്ത് 7 ഇൻറ്റു 2 എടുത്തോണം. ഈ 7 14. നമ്മുടെ കയ്യിൽ എത്രയുണ്ട് ക്യാരി? 2 ഉണ്ട്. 14 2 16. 16 പ്ലസ് 12. 16 പ്ലസ് 12 28. വീണ്ടും 2 ക്യാരി ഉണ്ട്. വീണ്ടും 2 ക്യാരി. ഇനി ഈ 2 പേരെ എടുത്തു. 2 ക്യാരി ഉണ്ട്. 24 8. 2 കൂട്ടിക്കോ 10. 3 ഇൻറ്റു 3 9. 19. 1 ക്യാരി ഉണ്ട്. ലാസ്റ്റ് സ്റ്റെപ്പ് 3 ഇൻറ്റു 2 6. 1ഉം കൂടെ കൂട്ടി 6 1 7. കിട്ടിയോ? അപ്പോൾ ഒരു 4 ഡിജിറ്റ് നമ്പറിനെ 2 ഡിജിറ്റ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതി മനസ്സിലായില്ലേ? അപ്പോൾ ഒരെണ്ണം കൂടെ എടുത്തു. 60 32 ഇൻറ്റു 97. ഇച്ചിരി കട്ടിക്ക് കിടന്നോട്ടെ, 0ത്തിനെയും കൂടെ ഒക്കെ കൊണ്ടുവന്നു. അപ്പൊ നമുക്ക് ഇനി ഞാൻ സ്റ്റെപ്പ് എഴുതുന്നില്ല, സ്റ്റെപ്പ് എൻ്റെ കൂട്ടത്തിൽ ഫോളോ ചെയ്തോണം. ഈ 7 14 എന്ന് എഴുതി, 1 മിച്ചമുണ്ട്. ഈ 9 18, 1 19 പ്ലസ് 21 എന്ന് പറഞ്ഞപ്പോൾ 40 എന്ന് വന്നു. 4 മിച്ചമുണ്ട്. 9 27 4 31 പ്ലസ് 0 31 3 മിച്ചമുണ്ട്. 0 പ്ലസ് 3 3 പ്ലസ് 42 42 3 45 4 അവിടെ മിച്ചമുണ്ട്. അടുത്ത സ്റ്റെപ്പിലേക്ക് വന്നത് 9 6 54 4 58. വ്യക്തമായോ? ഒന്നും കൂടെ ശ്രദ്ധിച്ചോ. ആദ്യം ഈ 7 14 1 മിച്ചം. അടുത്തത് നമുക്ക് കിട്ടി ഈ 9 18. നമ്മൾ 1 കൂട്ടി 19 പ്ലസ് 21 43 0 എഴുതി, 4 മിച്ചമേ. ഇനി അടുത്ത ഇവരെയാണ് റൈറ്റ്, ഇവരെയാണ് എടുക്കുന്നത്. അപ്പോൾ ഈ 9 27 കിട്ടിയോ? 27. അപ്പോൾ 27 0 ഇൻറ്റു 7 0 ആയി. അപ്പോൾ 27 4 31 3 മിച്ചം. അടുത്ത ഇവരെയാണ് എടുക്കേണ്ടത്. ഇവരെ എടുത്തു, 3 മിച്ചമുണ്ട്. 0 ഇൻറ്റു 9 0 ആണ്. 3 പ്ലസ് 42 42 3 45 4 മിച്ചം. ലാസ്റ്റ് 9 6 54. നമ്മുടെ 4 ഉണ്ട്.
58. കിട്ടിയ ഐഡിയ മനസ്സിലായല്ലോ? അപ്പോൾ വരയ്ക്കാതെ തന്നെ നമുക്ക് അവിടെ ചെയ്യാമോ നോക്കണം. അപ്പം ഞാൻ ഫൈനലി എങ്ങനെയാണ് 4 ഡിജിറ്റിനെ 3 ഡിജിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോഴെന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതും കൂടെ പറയാം. ഇപ്പം ഇവിടെ 32, 14 ഇപ്പോൾ ഒരു 4 ഡിജിറ്റാണ്. ഇതിനെ 321 എന്ന 3 ഡിജിറ്റ് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പം എങ്ങനെയായിരിക്കണം മെത്തേഡ്? അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടത് 1/1 സ്റ്റെപ്പ് ഉണ്ട്, 2/2 ഉണ്ട്, 3/2 ഉണ്ട്, 3/3 ഉണ്ട്, വീണ്ടും ഒരു 3/3 കൂടെ, വീണ്ടും 2/2, then 1/1. ഇങ്ങനെ 5 സ്റ്റെപ്പിലൂടെയാണ് ഈ ഓപ്പറേഷൻ പോവുക. അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ 4നെ 1നെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു, 4. രണ്ടാമത് 2/2 ആണേ, ഈ 2 കിട്ടിയോ? അപ്പോൾ ഇവിടെ മനസ്സിലായി 2 × 4 8, 1 × 1 1, 8 + 1 9. അടുത്ത ഇവര് 3 കിട്ടിയല്ലോ. അപ്പൊ ഇപ്പോഴും ക്യാരി ഫോർവേഡ് ഒന്നും തന്നെ വന്നിട്ടില്ല എന്നുള്ള കാര്യം ശ്രദ്ധിച്ചോണം. അപ്പൊ ഇനി 3 പേരുടെ കേസിലേക്ക് നമ്മൾ വന്നു. 3 പേരുടെ കേസ് വന്നപ്പോൾ 4 × 3 12, 1 × 2 2, 12 2 14, 14 2 × 1 2, 14 2 16. ഒന്ന് മിച്ചമുണ്ടേ, ഒന്ന് മിച്ചം. അടുത്തത് ഈ 3/3. ഇവിടെ 1 × 3 3, ഒന്ന് കൂട്ടിക്കോ, 3 1 4, 2 × 2 4, 4 4 8, 3 × 3 3, 8 3 11. വീണ്ടും ഒന്ന് മിച്ചമായി, ഈ 2 ആണ്. 2 × 3 6, ഒന്ന് കൂട്ടിക്കോ 7, 3 × 2 6, അപ്പൊ 7 6 13. വീണ്ടും ഒന്ന് മിച്ചം, ലാസ്റ്റ് ഈ 3 റൈറ്റ്. 3 9, ഒന്ന് മിച്ചമുണ്ട്, 9 1 10. കിട്ടിയല്ലോ. അപ്പൊ ഇങ്ങനെയാണ് 4/3 മൾട്ടിപ്ലിക്കേഷൻ കൊണ്ടുവരേണ്ടത്. അപ്പൊ ആ പാറ്റേൺ മനസ്സിലായി എന്ന് കരുതുന്നു. കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വാല്യൂസ് കൊടുത്ത് നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കിന് ഇത് ഇങ്ങനെയൊക്കെ നമുക്ക് എക്സാംസിന് വരുമോ എന്നുള്ള സംശയം, നമുക്കിത് പഠിക്കാനുള്ള മടി കാരണം അവിടെ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ അവിടെ എൻ്റർടൈൻ ചെയ്യരുത്. അങ്ങനത്തെ ഒരു മടിയെ നമ്മളവിടെ എൻ്റർടൈൻ ചെയ്യരുത്. മറിച്ച് നമ്മൾ മനസ്സിലാക്കൂ, ഓക്കെ, ഇത് നമുക്ക് കൂടുതൽ ഒരു പ്രൊഫിഷ്യൻസി, ഒരു സ്കിൽ ഇംപ്രൂവ്മെൻറ്റ് അത് കൊണ്ടുവരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഈ പ്രാക്ടീസ് കൊണ്ട് കൂടുതൽ നമ്പേഴ്സുമായിട്ട് നമുക്ക് അവിടെ പരിചയമുണ്ടാകുന്നു. കൂടുതൽ അനായാസം വലിയ ടൈപ്പ് ഓഫ് ഓപ്പറേഷൻസ്, കാൽക്കുലേഷൻ ചലഞ്ചസിനെ ഫേസ് ചെയ്യാനായിട്ടുള്ള കോൺഫിഡൻസ് നമുക്ക് തരും. എൻറ്റിയർലി ഇത് നമ്മുടെ ഒരു ന്യൂമറിക്കൽ ബാലൻസിനെ അവിടെ കീപ്പ് ചെയ്യും. നമ്മൾ ഈ എക്സസൈസ് ഒക്കെ ചെയ്യുന്ന പോലെ, അതെയോ, നമ്മുടെ ഒരു ബോഡി ബാലൻസ് കീപ്പ് ചെയ്യുന്ന പോലെ അവിടെ ഒരു ന്യൂമറിക്കൽ ബാലൻസ് കീപ്പ് ചെയ്യപ്പെടും. ആ കോൺഫിഡൻസ് അവിടെ കൂടും. അതുകൊണ്ട് തന്നെ സീരിയസ് ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തോണം. മുൻവിധികളൊന്നുമില്ലാതെ തന്നെ പ്രിപ്പയർ ചെയ്യുക. നിങ്ങളൊരു പക്ഷേ ഇത് പഠിച്ചെടുക്കാൻ, സ്വായത്തമാക്കാൻ, അതായത് നമ്മുടേതാക്കിയെടുക്കുവാനായിട്ട് കുറച്ച് സമയം എടുക്കുമായിരിക്കും. പക്ഷേ അവിടെ നമ്മൾ ക്ഷമയോട് കൂടിയിട്ട് നിരന്തരം നമ്മളത് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ നമ്മുടേതായി മാറും. അപ്പോൾ നമ്മുടെ അവിടെ മാജിക്കൽ പെർഫോമൻസിലേക്ക് നമുക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കും. അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആൻഡ് വാല്യുബിൾ ആയിട്ടുള്ള ട്രിക്സ് നമുക്ക് അടുത്ത സെക്ഷനിൽ പരിചയപ്പെടാം. അതുവരെ ഇപ്പോൾ നമ്മൾ 2 സെക്ഷൻസുകളിലായിട്ട് പഠിച്ച കാര്യങ്ങളൊക്കെ നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് ഉറപ്പിക്കുക. തൽക്കാലം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.